കോട്ടയം നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഒരു ട്രാവൽ ഏജൻസി, ആ ട്രാവൽ ഏജൻസിയുടെയും അതിന്റെ നടത്തിപ്പുകാരന്റെയും വിശേഷങ്ങളിലേക്കാണ് ഇനി. 2017 ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ നിരാഹാര സമരം നടത്തിയ ഒരധ്യാപകൻ, കോട്ടയം അടിച്ചിറ സ്വദേശിയായ ജോഷിൽ കെ അബ്രഹാം എന്ന ആ അധ്യാപകനാണ് ഈ ട്രാവൽ ഏജൻസിയുടെ നടത്തിപ്പുകാരൻ. ഡൽഹി ഓക്ലയിലെ GB പന്ത് കോളേജിൽ വിദ്യാർത്ഥികൾ നിരാഹാര സമരം നടത്തുന്ന കാലം. പഠിക്കാൻ നല്ല കോളേജ് കെട്ടിടം വേണമെന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. ഒപ്പം അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ അഴിമതി അവസാനിപ്പിക്കുക എന്നത്. വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചുകൊണ്ട് കോളേജിലെ ഒരു അധ്യാപകൻ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. പേര് ജോഷിൽ കെ അബ്രഹാം. കോളേജിലെ പിള്ളേരെല്ലാവരും കൂടെ സ്ട്രൈക്ക് തുടങ്ങി. അവിടുത്തെ ഫെസിലിറ്റീസ് തീരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 60 ദിവസത്തോളം കോളേജ് ഓക്യുപ്പൈ ചെയ്തുകൊണ്ടുള്ള സ്ട്രൈക്ക് നടത്തി. അതിൽ നിന്ന് റിസൾട്ട് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഹങ്കർ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 10ാമത്തെ ദിവസം 100ഓളം പോലീസുകാർ രാത്രി 10 മണിയായപ്പോൾ വന്ന് എന്നെ എയിംസിലേക്ക് മാറ്റി. ഹങ്കർ സ്ട്രൈക്കിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധി വിസിറ്റ് ചെയ്യാനായിട്ട് വന്ന് അരമണിക്കൂർ സംസാരിച്ച് കേജ്രിവാളിന് ലെറ്റർ അയച്ചു, ട്വീറ്റ് ചെയ്തു. അതിനുശേഷം SFIയുടെ നേതാക്കളും MK സാനുവും ദേശീയ പ്രസിഡന്റും എല്ലാവരും കൂടെ കൂടി വന്നു. പിന്നെ മുഹമ്മദ് റിയാസ് സാറും വന്നു. സമരം ശക്തമായതോടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കെജ്രിവാൾ ഉറപ്പു നൽകി. കേജ്രിവാൾ പിന്നെ MLA-നെ വിട്ടിട്ട് പറഞ്ഞു മീറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. 25th ഡേയിൽ മീറ്റ് ചെയ്തു. എല്ലാ ഡിമാൻഡ്സും അക്സെപ്റ്റ് ചെയ്തു. ഹങ്കർ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നോട് ആദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളും ചെയ്ത സംഭവം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു എൻ്റെ പുറയിൽ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പുറയിലും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി അക്സെപ്റ്റ് ചെയ്തു സംഭവം. മാസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. എല്ലാം ഉറപ്പെന്ന് പറഞ്ഞ കെജ്രിവാൾ കൈമലർത്തി. ജോഷിലിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ രണ്ടാമത് പോയിട്ട് കാണാൻ വേണ്ടി പോയി. ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ എല്ലാ സാധനങ്ങളും അക്സെപ്റ്റ് ചെയ്താണല്ലോ, ഇത് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞാണല്ലോ. സ്ട്രേഞ്ച്ലി റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. മെനേസെ കുറിച്ച് ബോലായി നെയ്ത്താന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ഷോക്ക്ഡ് ആക്ച്വലി. തീർന്നില്ല. 35,000 രൂപയുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് ഡൽഹി സർക്കാർ 2 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജോഷിൽ തന്റെ ജോലി രാജിവെച്ചു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ പലതവണ കറങ്ങി. 30 രാജ്യങ്ങൾ 30 ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്തു. നേരിട്ടറിഞ്ഞ അനുഭവങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സ്വന്തമായൊരു ട്രാവൽ ഏജൻസി തുടങ്ങി. അതും തന്റെ അമ്മയുടെ ജന്മദിനത്തിൽ. അമ്മ പഠിക്കുന്നത്. അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൾവേസ് വർക്ക് ഫോർ അസ്. അപ്പം അമ്മമാരുടെ ഗ്രൂപ്പ് ട്രാവൽ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് അവർക്ക് പോകണമെന്നുണ്ടെങ്കിലും ഐ പ്ലാൻ ദ ട്രിപ്പ്. ആക്ച്വൽ കോസ്റ്റിൽ ഞാൻ അവരെ ട്രാവൽ ചെയ്യിച്ച് ഐ മേക്ക് ഷുവർ ദാറ്റ് ദേ ഗോ ആൻഡ് കം ബാക്ക് സേഫ്ലി ആൻഡ് സെക്യൂർലി ആൻഡ് ചേസ് ദ ഡ്രീംസ്. ദേ ഹാവ് ടു ട്രാവൽ ആൻഡ് ദേ ഹാവ് ടു സീ ദ വേൾഡ്. എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നത് ലെറ്റ് അസ്. ജോഷിൽ കെ അബ്രഹാം തന്റെ യാത്ര തുടരുകയാണ്. ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.